ബീഫ് ബിരിയാണി നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നില്ല, അപ്പൊ ഒരു ബീഫ് കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അധികം മെനക്കെട് ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് വാ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. ഈ ബീഫിലുള്ള കുറച്ച് വെള്ളം എടുക്കുക. അടിപൊളിയല്ലേ അല്ലേ? ബീഫിന്റെ ഷോ വന്നില്ലേ? ഹലോ, നമസ്കാരം. അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പൊ സൺഡേ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ എന്ത് വിചാരിച്ചു, ഇന്നലെ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 1 kg ബീഫ്. പക്ഷെ 1 kg ബീഫ് മൊത്തം എടുക്കുന്നില്ല, അതിന്നൊരു ഹാഫിലും കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കാം. ഏട്ടൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് റെസിപ്പീസ് ഒക്കെ അയച്ചു തരാറുണ്ട്. ചിലത് അയച്ചിട്ട് പറയും ഇത് വേണം, ഇത് ഉണ്ടാക്കി താന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ അയച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ബീഫ് കറി ഉണ്ടാക്കാം. എക്സാക്ട്ലി അതുപോലെ തന്നെ അല്ല ഞാൻ ഉണ്ടാക്കുന്നത്, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ്. അതിൽ തേങ്ങാക്കൊത്തൊക്കെ ഇടുന്നുണ്ട്. എനിക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലാത്തതിനെ കൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പൊ നമുക്ക് അല്ലാതെ ഉണ്ടാക്കി നോക്കാം. പിന്നെന്താ, നമ്മള് ഭയങ്കര എപ്പോഴെങ്കിലും ബീഫ് മേടിക്കാറുള്ളൂ, എപ്പോഴും നമ്മൾ ബീഫ് മേടിക്കാറില്ല കേട്ടോ. അമ്മ ബീഫ് കഴിക്കില്ല. പക്ഷെ പണ്ടൊക്കെ അമ്മ ബീഫ് വാങ്ങിച്ച് നമുക്ക് കഴിക്കാൻ ഉണ്ടാക്കി തരുമായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ ബീഫിന്റെ ആ സ്മെല്ലൊക്കെ പറ്റാണ്ട് തലവേദനയൊക്കെ. പിന്നെ അതുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലും ബീഫ് മേടിച്ചിട്ട് ഉണ്ടാക്കാറുള്ളൂ. പിന്നെ ബീഫ് മേടിക്കുന്ന ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ അധികം. അമ്മയ്ക്കാണെങ്കിൽ ബിരിയാണി ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ ബീഫ് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം. അപ്പൊ രണ്ടും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പം ഏതെങ്കിലും ഒന്നും മോശമായി പോകും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും അമ്മ ചിക്കൻ അല്ലേ കഴിക്കുക, എന്നാ ചിക്കൻ ബിരിയാണി ആക്കാച്ചിട്ട് ചിക്കൻ ബിരിയാണിയിലേക്ക് എത്താറാണ്. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ കൊതി വരുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വരുമ്പോഴോ നമ്മൾ അങ്ങനെ ബീഫ് ബിരിയാണി ഉണ്ടാക്കാറുള്ളൂ. അപ്പൊ ഇനിയിപ്പോ ബീഫ് ബിരിയാണി നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നില്ല, അപ്പൊ ഒരു ബീഫ് കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പം വെൽക്കം ബാക്ക് ടു ദ ലേഡി ആൻഡ് യൂട്യൂബ് ചാനൽ. പോവാ ഉണ്ടാക്കാം. ഞാനില്ലേ ബീഫ് മറ്റേ ബ്ലാക്ക് കളറിൽ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കൂല, അങ്ങനെ ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. പിന്നെയാണ് ഏട്ടൻ പറയുന്നത്, ഏട്ടൻ അങ്ങനെ ഡ്രൈ ആയിട്ട് ഇഷ്ടമല്ല, ഇച്ചിരി ഇങ്ങനെ ബീഫിന്റെ ചോബയും വരണം, ബീഫ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് അങ്ങനെ കിട്ടുന്ന പോലെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിനക്കൊരു ഇത് അയച്ചിട്ടുണ്ടായിരുന്നു, കണ്ടുണ്ട്, അതുപോലെ ഉണ്ടാക്കി നോക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ ഉണ്ടാക്കാം. ഇത് പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അധികം മെനക്കെട് ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് വാ പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. ഞാനതൊരു കുക്കർ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വലിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഇതാ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഇതൊന്നും ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം, കറിവേപ്പില, എന്നിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
നമ്മളെ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇടാം. ഇതും നന്നായിട്ട് എല്ലാ മസാല പിടിക്കുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കണേ, വളരെ കുറച്ച്. കുറച്ച് കറി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മറ്റേ ബീഫിന്ന് വെള്ളം വരും, എന്നാലും ഇച്ചിരി കൂടെ കറിക്ക് വേണ്ടിയ വെള്ളം ഒഴിച്ച കേട്ടോ. ഫുൾ മിക്സ് ചെയ്ത് നമുക്കിത് അടച്ചിട്ട് അല്ല കാര്യം പറയട്ടെ, വീഡിയോയിൽ പറയട്ടെ. ഇപ്പൊ എല്ലാം മിക്സ് ചെയ്ത് കുക്കർ അടച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു ഹൈ ഫ്ലെയിമില് ഫസ്റ്റ് ഒരു വിസിൽ അടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 5 വിസിലും കൂടി അടിക്കാം. അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന്റെ ഇടയ്ക്ക് സുരഭി ചേച്ചി ഏട്ടനോട് കോളിൽ സംസാരിച്ച കേട്ടോ. ഏട്ടൻ പറഞ്ഞ റെസിപ്പി, ഏട്ടൻ അത്ര മസാലകളൊന്നും ഇഷ്ടമല്ല. ഇവന്തിനാ കോഴിക്കോട് നിന്നൊക്കെ വ്ളോഗിൽ വരുന്നത്. അമ്മ വലിയൊരാളെ കുറിച്ച് ബീഫ് ഉണ്ടാവും, ബാക്കി ഫ്രിഡ്ജിലേക്ക് അതിർത്തേക്ക് വരുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആയിരുന്നോ? അല്ലാന്ന് തോന്നുന്നു, ലക്ഷറി ട്രിപ്പ് ആയിരുന്നു തോന്നുന്നു അല്ലേ? ലക്ഷറി ട്രിപ്പ് ആയിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഒന്നും കുറച്ചില്ല. നമ്മളെ കുക്കർ ഒരു 6 വിസിലൊക്കെ അടിച്ച് ഞാൻ ഓഫ് ചെയ്ത് അതിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം അത് വെന്തിട്ടുണ്ടോന്ന്. ഇനി ലാസ്റ്റ് ഫൈനൽ പരിപാടി. ഇതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കിത് വറവിടുന്ന പരിപാടി. അപ്പൊ അതിന് മുന്നേ നമുക്കിത് വെന്തോ നോക്കാം കേട്ടോ. ബീഫൊക്കെ വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വറവില്ല. പാൻ ചൂടായി, ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. ഇതിന്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ ബീഫിലുള്ള കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. തിളപ്പിച്ചാറിയ വെള്ളം കേട്ടോ അത്.
ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ജസ്റ്റ് ഉപ്പ് നോക്കട്ടെ. സെറ്റാ. ഇനി ഞങ്ങൾ കഴിക്കും പറയാട്ടോ എങ്ങനെയുണ്ട് എന്ന്. അടിപൊളി. വെച്ചോ. ഇതാണ് ഇന്നത്തെ ലഞ്ച്. ബീഫ്, ഇന്നലത്തെ മത്തൻ്റെ അമ്മ മത്തനും മമ്പയറും, അമ്മ ബീഫ് കൂട്ടാത്തോണ്ട് ചിക്കൻ, പയറുപ്പേരി. കഴിച്ചു നോക്കിയിട്ട് പറ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ 1 ഫ്ലോപ്പായിരുന്നു. ഉപ്പ് കൂടിപ്പോയി, ബീഫ് ഭയങ്കര വെന്തും പോയി. മത്തനും മമ്പയറും അടിപൊളിയല്ലേ? പക്ഷെ ഞക്കും കൂടി കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി. നന്നായിട്ടുണ്ട്. അല്ല ഞാൻ ടേസ്റ്റ് നോക്കി. എന്റെ ആൾക്കാർക്ക് ഒരു ഇത് കൊടുക്കണേ, എങ്ങനെ നോക്കിയിട്ട് പറയണേ. എന്റെ ആൾക്കാർക്കൊന്നൊക്കെ അതിലും എന്റെ ആൾക്കാരുണ്ട്. കുറച്ച് സമയം എടുക്കും അതൊക്കെ വിളമ്പിയിട്ട് വരണം. എന്നാൽ ഓരോന്ന് കഴിക്കണേ. ബീഫ് വേറെ തന്നെ കഴിക്കണേ. ബീഫ് കഴിച്ചല്ലേ? അമ്മ എന്തായാലും കഴിച്ച റിവ്യൂ പറയില്ല. അല്ലേ? ബീഫിന്റെ ചോയ ഒന്നുമില്ലേ? അത്ര മസാല ഒന്നുമില്ല. അടിപൊളിയാ. ഞാൻ കഴിക്കട്ടെ. ഞങ്ങൾ കേരളക്കാർക്ക് ബീഫ് ഒരു വികാരമാണ്. കുറച്ച് ചോറ് താഴെ നിന്നോ മുകളിൽ കൊണ്ടുവരും. നാരായണ ഒഴിച്ചപ്പോഴേ അച്ഛൻ അവിടെ നിന്ന് കാലി വെച്ചപ്പോണ്ട് വലിയൊരു വെച്ചായി. സെറ്റ് സ്ഥലം ഉണ്ടായി. ബീഫ് കഴിക്കുമ്പോ ഇവിടെ ഓർമ്മ വരും. പെരിങ്ങാവുന്ന നമ്മള് ബീഫ് ഇടയ്ക്കിടയ്ക്ക് മേടിച്ചുണ്ടാക്കി കഴിക്കുന്നു. പെരിങ്ങാവുന്നാണ് ബീഫ്. നല്ല ബീഫും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറെ വിസിലടിച്ചത്. അന്നത്തെ പോലെ ആയി പോകുന്ന പേടിണ്ടായിരുന്നു. പിന്നെ കാണുമ്പോ അറിയാലോ ഒരു ഇളയെ പോലത്തെ ബീഫാണെന്ന്. നല്ല ബീഫും. ബീഫിന് നല്ല പൈസയുണ്ട്. 450. 80 രൂപ. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാലേ റൗണ്ടാക്കും. അല്ല ബീഫിനെ കൊണ്ട് ബീഫ് അച്ചാർ ഉണ്ടാക്കണ്ടല്ലോ അല്ലേ? വേണ്ട മാത്രം ഇല്ല. ഒരു 3/4 നമുക്ക് പെടുത്ത് കറിയൊക്കെ. അപ്പൊ ഞാൻ സമാധാനത്തിൽ കഴിക്കട്ടെ. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അടുത്ത വ്ളോഗും കുറച്ചുകൂടെ ബീഫ് ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് ബീഫിനെ കൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പൊ അടുത്ത വ്ളോഗ് എന്തെങ്കിലും ഒരു കുട്ടി റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. കണ്ടോ? ബൈ. ഏട്ടൻ്റെ മുഖം കറക്റ്റ് കാണാം. ബൈ. ഏട്ടതാ ചോറും ആ ബീഫും അതിലേക്ക് മുട്ടയും പൊട്ടിച്ചിട്ടിട്ടൊരു മുട്ട ബീഫ് ബിരിയാണി. മൊത്തം പക്ഷെ 3 പൈസ തിന്നണം. ഞങ്ങൾ കൊതിയായിട്ട് ഞങ്ങൾക്ക് വെച്ചതാ.